ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് 31 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എത്ര പെട്ടെന്ന് ഓരോ വർഷം കഴിഞ്ഞു പോകുന്നത്. അന്നത്തെ ദിവസം രാവിലെയാണ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് എത്തിയത് പോലും. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നപ്പോഴാണ് ദേവുവിൻ്റെ വരവ്. അവളാണെങ്കിൽ എനിക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. അതുകൂടി കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് എങ്കിൽ പിന്നെ നമുക്കിനി ഓച്ചറ അമ്പലത്തിലോട്ട് പോകാമെന്ന്. എല്ലാ ബർത്ത്ഡേക്കും അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ. അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഒട്ടും എക്സൈറ്റഡ് അല്ലായിരുന്നു. കാരണം എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് ആഘോഷിക്കുന്ന ആൾ ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്താണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഉഷാറ് കുറവും സങ്കടവും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സമയത്താണ് ദേവു എനിക്കുള്ള ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്നത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ദേവു ഓച്ചറ അമ്പലത്തിലൂടെ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. നമുക്കാണോ പറയാൻ കഥകളില്ലാത്തത്. പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മളിതാ ഈ ഒരു കുട്ടപ്പയ്യെ കണ്ടത്. ഇവനാണെങ്കിൽ നമ്മളെ കാണേണ്ട താമസം നമ്മുടെ അടുത്തോട്ട് ഓടി വരികയും ചെയ്തു. ദേവുവിൻ്റെ പാവാട കയറി ആദ്യമേ അവൻ കടിക്കാൻ തുടങ്ങി. എന്നിട്ടാണെങ്കിൽ ഒട്ടും വിടുന്നില്ലായിരുന്നു. പിന്നെ ഞാനൊന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും പാവം ഓടിപ്പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇതാ ഈ ഒരു കളിപ്പാട്ടക്കട കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതുപോലത്തെ എന്തോ ഒരു ലോറിയോ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കും അല്ല കേട്ടോ, അല്ലിക്കുട്ടന് വേണ്ടി വാങ്ങിച്ച. അങ്ങനെ പിന്നെ നമ്മളിതാ നേരെ ഉണ്ടിക്കാവിലും വന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മളിതാ നക്ഷത്രവനത്തിൽ കയറി. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞാനും ദേവും അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സുഹറ വിളിച്ചിട്ട് പറഞ്ഞത് അവളിതാ ഓച്ചറ അമ്പലത്തിന്റെ ഫ്രണ്ടി വന്നിട്ടുണ്ടെന്ന്. അവളുകൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എക്സ്ട്രാ ഹാപ്പിയായി. അങ്ങനെ പിന്നെ ഞാനും ദേവും കൂടി നേരെ ഇതാ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ അവളിതാ നമ്മളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവളാണെങ്കിൽ എനിക്കുള്ള മുട്ടായിയൊക്കെ ആയിട്ടാണ് വന്നത്. അതുകൂടി ആയപ്പോഴേ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒത്തിരി സന്തോഷങ്ങളാണ് അന്നത്തെ ദിവസം നടന്നത്. അങ്ങനെ അവിടുത്തെ പിന്നെ ഞാനും ദേവും കൂടെ നേരെ പോയത് ആര്യ ചേച്ചി അടുത്താണ്. ആര്യ ചേച്ചി വൈകുന്നേരം തൊട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ആദ്യം പറഞ്ഞ ആളില്ലേ, ആളിതാ ഇവിടെ കേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആര്യ ചേച്ചിയുടെ വകയും ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പോഴേ ഞാൻ മൊത്തത്തിൽ ഹാപ്പി. അങ്ങനെ ഈ വട്ടത്തെ ബർത്ത്ഡേ മൊത്തത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.